സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ചീരു, നീ അവിടെ നിന്നാ മതി. ഞാനിതെല്ലാം എടുത്ത് കളഞ്ഞോളാം. അമ്പിളി ചേച്ചി സമ്മതിക്കാത്തോണ്ടാ ഞാനിത് എടുത്ത് കളയാതിരുന്നത്. കുഴപ്പമില്ല ചേച്ചി. അമ്പിളി ചേച്ചിക്ക് എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കണം എന്നുള്ളതുകൊണ്ടല്ലേ ചേച്ചിയെ വിലക്കിയത്. ഞാൻ ചെയ്തോളാം. എടി, നീ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞോ? ഒരു കുഴപ്പമില്ലാതെ ഒരുത്തി അവിടെ കിടപ്പുണ്ടല്ലോ. എന്റെ അനിയത്തിക്ക് വേണ്ടി എനിക്കിത് ചെയ്യാൻ ചേച്ചി. അതുപോലെ എന്റെ ഭർത്താവിന്റെ ഫുഡ് വേസ്റ്റ് എനിക്ക് അവളെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുമോ? ചീരു, നീ ഒന്ന് മാറ്. ഞാനിതൊക്കെ കൊണ്ട് കളഞ്ഞോളാം മോളെ. വേണ്ട ചേച്ചി, ഇത് എനിക്ക് സംഭവിച്ച തെറ്റാ. ഇന്നലെ രാത്രി തന്നെ ഞാനിത് കൊണ്ടുപോയി കളയേണ്ടതായിരുന്നു. പിന്നെ പെട്ടെന്ന് വയ്യാണ്ടായി, അതുകൊണ്ട് പറ്റിയതാ. പറ്റിയോ? നിങ്ങൾ മാറിക്കേ. എന്റെ ഭാര്യ നോക്കാൻ എനിക്കറിയാം. മാറിക്കേ അങ്ങോട്ട്. വിനിയ, അമ്പിളി ചേച്ചി എന്ത് ചെയ്തിട്ടാ നീ ഇങ്ങനെ പറയുന്നത്? ഇവര് കാരണമായി ഇവിടെ വീണത്. ഒരു ഗർഭിണിയാണെന്നുള്ള പരിഗണന പോലും കൊടുക്കണ്ടേ? പരിഗണനയുടെ കാര്യമൊന്നും നീ പറയേണ്ട വിനയ. അതേക്കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങിയാലേ നീ ഇവിടെ ഓടേണ്ടി വരും. ഞങ്ങൾ ഇവിടെ ഓടിക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. വിനയ, മതി. ചീരുവിനൊന്നും പറ്റിയില്ലല്ലോ. ഇതൊരു വലിയ പ്രശ്നമാക്കണ്ട. പറ്റിയോ ഇല്ലോ എന്ന് ആർക്കറിയാം. ചിരു മോളെ, എവിടേക്ക് ഇടിക്കോ മറ്റോ ചെയ്തോ? ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോവാം. വേണ്ട, കുഴപ്പമില്ല. ഞാൻ വേസ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് പോയി റെസ്റ്റ് എടുത്തോളാം. നീ കളയാനോ? അതൊന്നും വേണ്ട. നിന്നെ മുറിയിലാക്കിയിട്ട് ഞാൻ വന്ന് ക്ലീൻ ചെയ്തോളാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. കിച്ചണിൽ വേസ്റ്റ് മണത്തപ്പോ അമ്പിളി ചേച്ചി ഒന്ന് പ്രതികരിച്ചു എന്ന് വെച്ച് അതിന്റെ പേരിൽ ഒരു മത്സരം ഒന്നും ഈ വീട്ടിൽ വേണ്ട. വിനയൻ ചിരുവിന്റെ മുറിയിലേക്ക് കൊണ്ടേക്കോ. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നീ വാ. നിനക്ക് വേദന മറ്റുണ്ടോ? ഇപ്പൊ ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, കുഴപ്പമൊന്നുമില്ല. എന്തൊരു ബഹളം കേട്ടെ. എന്ത് പറ്റിയെന്നോ? നിങ്ങളുടെ ഭാര്യ കാണുന്ന ഇവളൊന്ന് വീണു. ഇത്രക്ക് മനസ്സാക്ഷി ഇല്ലാത്തവരായിപ്പോയല്ലോ ഇവര്. അമ്പിളി കാരണം ചീരു വീണെന്നോ? ഇവൻ എന്തൊക്കെയാ പറയുന്നത് ചീരു? നിനക്കൊല്ലം പറ്റിയോ? ഏയ്, കുഴപ്പമില്ല രഘുവേട്ടാ. ഞാൻ കുറച്ചേരം കിടക്കട്ടെ. അമ്പിളി, എന്താ അമ്പിളി ഇവിടെ ഉണ്ടായേ? നീ എന്താ ചീരുവിനെ ചെയ്തേ? നീ കാരണം ചീരു വീണെന്നാണല്ലോ വിനയം പറഞ്ഞേ. എന്തിനാ ഞാൻ കാരണമെന്ന് പറഞ്ഞത്? ചീരുവിനെ അവൾ അറിയാതെ പിറകിലൂടെ പോയി ഞാൻ തള്ളി വീഴ്ത്തിയതാണെന്ന് പറയാറുന്നില്ലേ? എന്തേ? നിങ്ങൾ കാരണമല്ലേ ഇവള് വീണത്? ഇവളെ കൊണ്ട് നിർബന്ധിച്ച് വേസ്റ്റ് എടുപ്പിച്ചത് നിങ്ങളല്ലേ? വീട് വിനയേട്ടാ, അത് ഞാൻ ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു. തെറ്റ് എന്റെ ഭാഗത്താ. പിന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്തിനാ? എന്നാൽ ഗർഭിണിയായ നിന്നോട് അല്പം മനുഷ്യത്തെ കാണിച്ചൂടെ ഇവർക്ക്? വിനയേട്ടാ, അനുപമ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും ഇവരത് സമ്മതിക്കായിരുന്നല്ലേ? ദേ, ഞാൻ ചീരു ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ദയ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇവള് കയറി ഏറ്റതിന് ഞാൻ എന്ത് ചെയ്യാനാ? എന്താ സംഭവം പറയടി. എന്റെ രഘുവേട്ടാ, ഇന്നലെ ഇവര് കഴിച്ച ഫുഡിന്റെ വേസ്റ്റ് മുഴുവൻ അടുക്കളയിൽ കൂട്ടി വെച്ചിരിക്കായിരുന്നു. സ്മെല്ല് കാരണം അങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല. അത് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞതിനാണ് ഈ പുകിലൊക്കെ. അത് നിനക്ക് എന്നെ എടുത്ത് കളഞ്ഞാൽ എന്താടി? നിന്റെ വള ഊരിപ്പോ? നിന്റെ അനിയത്തിമാരുടെ അല്ലേ, വേറെ ആരുടെ അല്ലല്ലോ. അനിയത്തിമാര് താങ്ങേണ്ട സമയത്ത് ഞാൻ താങ്ങിയിട്ടുണ്ട് രഘുവേട്ടാ.
അതിനി അമ്പിളിയെ കിട്ടില്ല. ഈ വീട് വൃത്തികേടാക്കാൻ ഞാൻ ഇനി ആരെയും സമ്മതിക്കയില്ല. അല്ല, ഒരുത്തിവിടെ പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. എന്താ അവളെ പറ്റി ആരും ഒന്നും പറയാത്തെ? മതി ചേച്ചി, അത് കഴിഞ്ഞില്ലേ? ഇനി ദയെ കൂടി കുത്തി ഉണർത്തി പുതിയ വഴക്കിനെ തിരി കൊളുത്തണ്ട. ആരാണ് ഇപ്പൊ ഈ വഴക്കിന് വന്നത്? ഞാൻ മനസാക്ഷി ഇല്ലാത്തവളാണെന്ന് ദേ നിന്റെ ഭർത്താവല്ലേ ഇപ്പൊ പറഞ്ഞത്. ഇവൻ ആര് ഈ വീട്ടിൽ വന്ന് എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ? അതിനുള്ള അർഹത ഇവനുണ്ടെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഓരോരുത്തർ ഓരോന്ന് പറയുന്നത് കേട്ട് സ്വന്തം ഭാര്യയുടെ നേരെ കയറാൻ വന്നോളൂ. ദേ, ഓരോ ഭർത്താക്കന്മാര് ഭാര്യയെ കാണുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു പഠിക്കും. ഞാൻ ഭാര്യയെ താങ്ങി നടക്കുന്നൊന്നുമല്ല, ഇവളെന്നെ ഭരിക്കാനും വരാറില്ല. ഇപ്പൊ ഞാൻ ഇവളെ നിങ്ങളെ പോലുള്ളവരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുകയോ ചെയ്യുന്നത്. എന്റെ കുഞ്ഞ്, എന്റെ മോൻ ഇവളുടെ വയറ്റിൽ വളർന്നതുകൊണ്ടാ. അയ്യോടാ, കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ള ഒരു അച്ഛൻ നീ നിന്റെ 2 പെമ്മക്കളോടും കാണിച്ചതൊന്നും ദേ എന്നെ കൊണ്ട് ഇപ്പൊ വീണ്ടും എഴുന്നള്ളിപ്പിക്കണ്ട. ഇപ്പൊ ചീരുവിന്റെ വയറ്റില് ആൺകുഞ്ഞാണെന്ന് പ്രതീക്ഷിച്ചുള്ള സ്നേഹമല്ലേ? ഈ സ്നേഹം എവിടം വരെ എത്തി നിൽക്കുമെന്ന് നമുക്ക് കാണാം. എന്റെ രഘുവേട്ടാ, നിങ്ങൾക്ക് സ്ത്രീയുടെ നാക്കൊന്ന് അടക്കി വെക്കാൻ പറ്റുമോ? നിങ്ങൾ ഇവരെയൊക്കെ എങ്ങനെ സഹിക്കുന്നു? ഞാനായിരുന്നെങ്കിൽ എന്നാ കളഞ്ഞിട്ട് പോയതെന്ന് അറിയോ? ചന്ത പെണ്ണുങ്ങൾ ഇതിനെക്കാളും ഭേദമാ. വിനയ, മര്യാദയ്ക്ക് സംസാരിക്കണം. ചേച്ചി അനിയന്റെ തമ്മിലുള്ള വിഷയത്തില് നീ എന്തിനാ ഇടപെട്ടെ? ഇവിടുത്തെ അടുക്കള കാര്യത്തിൽ ഇടപെടാനാണോ നീ ഇവിടേക്ക് വന്ന്? ആണോന്ന്? അതെ, പെണ്ണുങ്ങൾ തമ്മിലുള്ള വിഷയത്തില് ആണുങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. അത് വിനയേട്ടനായാലും ശരി, രഘുവേട്ടനായാലും ശരി. ഞാൻ ഇടപെട്ടതല്ല, ഇവൻ എന്നെ കൊണ്ട് ഇടപിടിച്ചതാ. അത് വേണ്ടെന്ന് ഇവരോട് പറഞ്ഞേക്ക്. വീണ്ടും കാലൂത്തൻ ഇടം കൊടുത്തപ്പോ കാവടി എടുത്ത് വന്നിരിക്കാവൻ.